ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്. ഇവിടുത്തെ അത്ഭുതങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരില്ല, അത്ര അധികം ഉണ്ട്. ഒരു സോളോ ട്രിപ്പാണ് ഇന്ന്. കുറച്ച് ലോങ് ആണ്. കുറച്ച് ലോങ് എന്ന് വെച്ചാൽ ഇത്ര ലോങ് ഞാൻ ആദ്യമായിട്ട് സോളോ ആയിട്ട് പോണത്. ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 11 കാലമായിട്ടുണ്ട്. 11:30 ട്രെയിൻ ടൈം. നമ്മുടെ ട്രെയിൻ എത്തിയില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ടൈറ്റിൽ കാണുന്ന പോലെ തഞ്ചാവൂരിലേക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പാണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കണേ. സോളോ ട്രിപ്പാണ്. ഫസ്റ്റ് ടൈമാണ് സോളോ ട്രിപ്പ് പോകുന്നത്. എല്ലാ ദിവസവും എറണാകുളത്ത് നിന്ന് കാരക്കൽ എക്സ്പ്രസ് ഉണ്ട്. ഞാനിപ്പോൾ കയറുന്നത് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. രാത്രി 11:30 ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തുന്നത്. ജനറൽ ആണെങ്കിൽ 165 രൂപയും സ്ലീപ്പർ ആണെങ്കിൽ 255 രൂപയാണ്. സ്ലീപ്പർ ബുക്ക് ചെയ്ത് പോയിരിക്കും നല്ലത് കൂടുതൽ. കാരണം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ജനറലിലാണ് കയറിയത്. നമുക്ക് എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല, ഇരുന്ന് പോകാൻ കുഴപ്പമില്ല. രാവിലെ 9:30 തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റും ബാത്റൂം ഉണ്ട്. അപ്പോൾ നമ്മളവിടെ 25 രൂപ കൊടുത്ത് ഫ്രഷപ്പ് ആവാം. വേറെ നിങ്ങൾ ഹോട്ടലോ റൂമൊന്നും ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം തിരിച്ച് നമുക്ക് വൈകിട്ട് 6:30 ട്രെയിൻ ഉണ്ട് ഇവിടുന്ന് എറണാകുളം എക്സ്പ്രസ്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്ക് ഷെയറിംഗ് ആയിട്ട് ഓട്ടോ കിട്ടും. 25 രൂപ. നമ്മളങ്ങനെ ഇപ്പോൾ തഞ്ചാവൂർ ബൃഹടേശ്വര ടെമ്പിളിലേക്ക് കയറാൻ പോവാണ്. ഇതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഒരു 3 ഗോപുരങ്ങൾ 3 കവാടങ്ങൾ കടന്നിട്ട് വേണം നമുക്ക് മെയിൻ അമ്പലത്തിലേക്ക് എത്താനായിട്ട്. നമ്മളതിൻ്റെ മെയിൻ പ്രവേശന കവാടത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കരിങ്കല്ലിലുള്ള ഇവിടുത്തെ കൊത്തുപണികളൊക്കെ 1000 വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെ ചെയ്തെന്ന് ഇപ്പോഴും അത്ഭുതകരമായി നോക്കിക്കാണേണ്ടി വരും. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇടത് ഭാഗത്തായിട്ട് ഇതിൻ്റെ അമ്പലത്തിൻ്റെ ഫുൾ ലൊക്കേഷൻ ഫുൾ പ്ലാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടൂറിസ്റ്റ് പ്ലേസുകളെ പോലെ വലിയ തിക്കും തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സമാധാനമായിട്ട് തൊഴാനായാലും നമുക്കെല്ലാം കാണാനായാലും എല്ലാം നല്ല സൗകര്യമുണ്ട്. അവിടെ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് നന്ദികേശനെ പ്രതിഷ്ഠിച്ചേക്കുന്ന ആ സ്തൂപത്തിലേക്കാണ്. ഇന്ത്യയിൽ തന്നെ ഒറ്റക്കല്ലിൽ തീർത്ത ഏറ്റവും വലിയ നന്ദികേശൻ്റെ വിഗ്രഹമാണിത്. നന്ദി. തഞ്ചാവൂർ പെരിയകോവിലിൻ്റെ ശ്രീകോവിലേക്കാണ് നമ്മൾ നടന്നു കയറുന്നത്. ഇതിനുള്ളിലെ വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗം, ഒറ്റക്കല്ലിലുള്ള ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇവിടെയാണ്. ഭഗവാനെ കണ്ട് തൊഴുത് പ്രസാദം വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങാണ്. ഏകദേശം 1,30,000 ടൺ റെഡ് ഗ്രാനൈറ്റാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ നിർവൃതിക്ക്. അതും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിൻ്റെ 100 കിലോമീറ്റർ ചുറ്റളവിൽ റെഡ് ഗ്രാനൈറ്റ് അവൈലബിൾ അല്ല. അപ്പോൾ എങ്ങനെ ഇവിടെ എത്തിച്ചു? അത് തന്നെ അത്ഭുതം. 1000-ഓളം ആനകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അന്നത്തെ നിർമ്മിതികൾക്കൊക്കെ നമുക്ക് എന്തോ അമാനുഷികമായ ശക്തി ഉണ്ടായതായി തോന്നിയേക്കാം. അടുത്തൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര ഗോപുരത്തിൻ്റെ മുകളിലായിട്ട് 80 ടണ്ണോളം വരുന്ന ഒരു കരിങ്കൽ ഗോളുണ്ട്. അതെങ്ങനെയാണ് പ്രതിഷ്ഠിച്ചു? അതിന്നൊരു അത്ഭുതം തന്നെയാണ്. 6 കിലോമീറ്ററോളം ദൂരത്തിൽ സ്ലോപ്പായി ഇങ്ങനെ മണ്ണ് റോഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ ഉരുട്ടി കയറ്റി എന്ന് പറയപ്പെടുന്നുണ്ട്. കരിങ്കൽ തൂണുകളാൽ ചുറ്റപ്പെട്ട ചുറ്റുമതിൽ അതിന് ഉള്ളിലായി 1008ഓളം ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. अनंत शिव महाबली शिव महाबली शिव. ചോള രാജാക്കന്മാരുടെ കാലത്ത്
രാജരാജ ചോളൻ ഒന്നാമൻ്റെ കാലത്താണ് ഇത് പണി കഴിപ്പിച്ചത്. AD 1003 തുടങ്ങി 7 വർഷമെടുത്ത് AD 1010 ഇതിൻ്റെ പണി പൂർത്തിയായത്. ആയിരം വർഷങ്ങൾക്ക് മുന്നേ ഒരു എഞ്ചിനീയറിങ്ങോ ഇതുപോലത്തെ AI ടെക്നോളജിയോ ഒന്നുമില്ലാതെ CNC മെഷീനോ ആധുനിക യന്ത്ര സംവിധാനങ്ങളോ ഇല്ലാത്ത സാഹചര്യത്തിൽ സിമെന്റോ മണ്ണോ ഉപയോഗിക്കാതെ കരിങ്കല്ലിൽ ഇന്റർലോക്കിംഗ് സിസ്റ്റത്തിലൂടെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രം മതിൽക്കെട്ടിനകം പൂർണ്ണമായും കരിങ്കൽപ്പാളികൾ കൊണ്ട് വിരിച്ചിരിക്കുകയാണ്. നല്ല ചൂടുള്ള സമയത്ത് അതിൽ നടന്നു പോകുമ്പോൾ കാല് പൊള്ളുന്നതുകൊണ്ട് നടപ്പാത മുഴുവനായിട്ട് ചവിട്ടി വിരിച്ചിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് നട തുറന്നാൽ പിന്നെ 12 മണിക്ക് അടയ്ക്കും. പിന്നെ വൈകിട്ട് 4 തുടങ്ങി 8 മണി വരെ ഉണ്ട്. ഞാൻ ക്ഷേത്രത്തിലേക്ക് മാത്രമായിട്ട് പോയതുകൊണ്ട് വേറെ എവിടെയും കറങ്ങാനായിട്ട് പോയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തഞ്ചാവൂർ പാലസ് ഉണ്ട്, പിന്നെ തഞ്ചാവൂർ വീണയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്, അവിടെയൊക്കെ കറങ്ങാം. നമുക്ക് 6:30ക്കാണ് ട്രെയിൻ ടൈം, അതിനുള്ളിൽ നമുക്ക് കറങ്ങിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ തഞ്ചാവൂർ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം.